ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം കോട്ടകൾ പിടിക്കാനായി എംഎൽഎമാരെ ഇറക്കി കളിക്കാനാണ് യുഡിഎഫ് നിർണായക നീക്കം നടത്തുന്നത്. സമാന്തരമായി തന്നെ വിജയസാധ്യതയുള്ള ആരെയും പരീക്ഷിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ കേരള കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥിയായി നിഷ ജോസ് കെ മാണിക്കും സാധ്യതയുണ്ട്. സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ എഴുതിത്തള്ളുന്ന രീതിക്ക് ഇത്തവണ കർശനമായ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കുക. തുടർച്ചയായി സിപിഎം ജയിച്ചു വരുന്ന ആറ്റിങ്ങലിൽ കോന്നി MLAയും മുൻ മന്ത്രിയുമായ അടൂർ പ്രകാശിനെ ഇറക്കാനുള്ള നിർദ്ദേശം സജീവ പരിഗണനയിലുണ്ട്. DCC മുൻകൈയെടുത്ത അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ മേഖലയിലെ ചില പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുക കൂടി ചെയ്തതോടെ അഭ്യൂഹം ശക്തമാകുകയായിരുന്നു. സിപിഎം ശക്തി കേന്ദ്രമെന്ന കണക്കുകൂട്ടലിൽ ചില സീറ്റുകൾ എഴുതിത്തള്ളുന്ന രീതിക്ക് ഇത്തവണ മാറ്റം കൂടിയേ തീരുവെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഉയരുന്നു. അതുകൊണ്ട് തന്നെ സമുദായ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ പ്രകാശിന്റെ വ്യക്തിബന്ധങ്ങളും സ്വാധീനവും സിറ്റിംഗ് MP ആയ A സമ്പത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. തുടർച്ചയായി 2 തവണ ജയിച്ച സമ്പത്തിന് മൂന്നാമതും സീറ്റ് നൽകണമോ എന്നതിൽ CPMന്റെ ഔദ്യോഗിക തീരുമാനമായില്ലെങ്കിലും അദ്ദേഹം തന്നെയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മണ്ഡല പുനർനിർമ്മാണത്തിന് മുൻപ് ചിറയിൻ കീഴായിരുന്നപ്പോൾ കോൺഗ്രസിനെ അനുഗ്രഹിച്ച ചരിത്രമുള്ള സീറ്റിൽ ഗൃഹപാഠമില്ലാതെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതാണ് തോൽവിക്ക് കാരണമെന്ന അഭിപ്രായമാണ് അടൂർ പ്രകാശിന്റെ സാധ്യത കൂട്ടുന്നത്. CPM ശക്തി ദുർബലമായ ആലത്തൂർ മണ്ഡലം പിടിക്കാൻ കോൺഗ്രസിലെ ചിലർ ഉയർത്തിക്കാട്ടുന്ന പേർ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം IM വിജയനാകും ആ സ്ഥാനാർത്ഥി. CPM അനായാസം ജയിച്ചു വരുന്ന ആലത്തൂരിൽ വെല്ലുവിളി സമ്മാനിക്കാൻ പോന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇനിയും കോൺഗ്രസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിജയന്റെ പേര് ചിലർ ഫോർവേഡ് ചെയ്യുന്നത്. വിജയനോട് ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം സമ്മതം മൂളിയിട്ടില്ലെന്നും അവകാശപ്പെടുന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളുമുണ്ട്. ലീഡർ K കരുണാകരന്റെ വാത്സല്യഭാജനമായിരുന്ന വിജയൻ ഇടയ്ക്ക് കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയോട് ബന്ധപ്പെട്ടിരുന്ന കാര്യം ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പോലീസ് സേനയിലുള്ള അദ്ദേഹം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സംവരണ സീറ്റായ ആലത്തൂരല്ല വിജയൻ മത്സരിച്ചാൽ അത് തൃശൂരിൽ തന്നെയാവണമെന്ന വാദവും ഉയരുന്നുണ്ട്. കേരള കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിഷ ജോസ് കെ മാണിയാകും സ്ഥാനാർത്ഥിയാവുക. കോട്ടയത്തിനൊപ്പം ഇടുക്കി സീറ്റും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രചാരണം ശരിയല്ലെന്നും പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ തുല്യത എല്ലായിടത്തുമുണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ജോസ് കെ മാണിയുടെ സീറ്റായിരുന്ന കോട്ടയത്ത് നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ K രാധാകൃഷ്ണന്റെ പേര് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുമെന്ന് സൂചന. സംസ്ഥാന കമ്മിറ്റി തലത്തിലും ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായേക്കുമെന്നറിയുന്നു. 2 തവണ മത്സരിച്ച PK ബിജുവിനെ മാറ്റണമെന്ന നിർദ്ദേശം പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിലും പെട്ടിരുന്നു. CPMന്റെ മറ്റൊരു കോട്ടയായ പാലക്കാട്ട് യുവനേതാവും MLAയുമായ ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കണമെന്ന അഭിപ്രായവും നേതൃത്വത്തിന് മുന്നിലുണ്ട്. 2014 1 ലക്ഷത്തോളം വോട്ടിന് MP രാജേഷ് ജയിച്ച ഇവിടെ 2009 2000-ൽ താഴെ മാത്രം വോട്ടിനാണ് രാജേഷ് കടന്നുകൂടിയത്. അന്ന് ആവേശകരമായ മത്സരം സമ്മാനിച്ചത് യുവനേതാവ് സതീശൻ പാച്ചേനിയെയാണെന്നതും ഷാഫിയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനെയും കോൺഗ്രസ് സജീവമായി പരിഗണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.